സൂഹ നോക്കുമ്പോൾ ഹേസുങ് അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അവളുടെ തലയെടുത്ത് അവൻ്റെ തോളിലേക്ക് വെക്കും. അവൾ കയ്യിലെഴുതി മായ്ച്ചു കളയാൻ ശ്രമിച്ച പോയിന്റുകൾ അവൻ കാണും. തനിക്ക് വേണ്ടി അവൾ ഇത്രയും കഷ്ടപ്പെട്ടതോർത്ത് അവൻ ആ കയ്യിൽ ഉമ്മവയ്ക്കും. ഇപ്പോൾ ഡോറ് തുറന്ന് ഉള്ളിൽ കയറി ഹേസുങ് സോഫയിലും സൂഹ നിലത്തു ഇരുന്ന് ഉറങ്ങുവാണ്. അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. അവൾ അവനെ നോക്കി കുറച്ച് സമയം ഇരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് എന്തോ കാര്യം എഴുതുവാണ്. ഇപ്പോൾ സൂഹയുടെ സ്വപ്നമാണ്. അവൻ ഓടി വരുമ്പോൾ വലിയൊരു ട്രക്ക് വന്ന് അവനെ ഇടിക്കും. അവൻ നിലത്ത് വീണ് ഉരുളും. ഇതും കണ്ടുകൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. നേരം വെളുത്തിരുന്നു. അവൻ നോക്കുമ്പോൾ ഹേസിങ്ങിനെ അവിടെ കാണില്ല. അവൻ എഴുന്നേറ്റ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കുറേ സ്റ്റിക്കി നോട്ടുകൾ കാണാം. ഹേസിങ് എഴുതി ഒട്ടിച്ചു വെച്ചതാണ് അതെല്ലാം. ബാങ്ക് ബാലൻസ് പോയി പരിശോധിക്ക്, പുതിയൊരു സെൽഫോൺ വാങ്ങ്, അങ്കിളിനെ വിളിക്ക്, അങ്ങനെ പലതുമുണ്ട്. അവൻ അതെല്ലാം കണ്ട് സന്തോഷമാകും. പക്ഷേ അവസാനത്തെ നോട്ടിൽ എഴുതിയിരുന്നത് ഇനി എന്നെ കോണ്ടാക്റ്റ് ചെയ്യരുത് എന്നാണ്. ഇപ്പോൾ ജയിലിൽ ദാൽജൂങ്ങിനെയും മൂത്ത വക്കീലിനെയും കാണിക്കും. മൂത്ത വക്കീൽ പറയും, ഹേസുങ് അവൾക്ക് വേണ്ടി നിന്നോട് നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മറ്റേ ആൾ മറുപടി പറയും. എങ്കിലും നീ സാക്ഷിയായി ഇല്ലായിരുന്നെങ്കിൽ കേസ് ജയിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അടുത്ത ആഴ്ച ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോവാ. അതെന്താ, ഇവർ നിനക്ക് പരോൾ അനുവദിച്ചോ? ഇല്ല, എൻ്റെ തലച്ചോറിലെന്തോ കുഴപ്പമുണ്ടെന്ന് അവർ പറയുന്നേ. ഞാൻ തല കറങ്ങി വീണ് ഡോക്ടർമാരെ കണ്ടായിരുന്നു. അവരാ പറഞ്ഞ് എൻ്റെ തലയിലെന്തോ പ്രശ്നമുണ്ടെന്ന്, എനിക്കിനി അധിക കാലം ഉണ്ടാവില്ലെന്ന്. മൂത്ത വക്കീലിൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ താഴെ വീഴും. അത് കേട്ടപ്പോൾ ഞാൻ പാർക്ക് സൂഹയെക്കുറിച്ച് ഓർത്തെ. അവന് എന്നെപ്പോലെ ജീവിക്കേണ്ടി വന്നില്ലല്ലോ. മൂത്ത വക്കീൽ ആകെ വല്ലാണ്ടാവും. സ്വർണ്ണമുടിക്കാരി വന്ന് ഹേസുങ്ങിൻ്റെ കയ്യിൽ നെയിൽ ആർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ സൂഹയെ കണ്ടായിരുന്നുവെന്ന് ഹേസുങ് ചോദിക്കും. അവൻ എന്നെ നേരത്തെ വിളിച്ചായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാനവനെ കാണുന്നുണ്ട്. നീ അവനെ കാണുമ്പോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമോ? സൂഹ ഇപ്പോൾ ഒരു മൊബൈൽ സ്റ്റോറിലേക്ക് വന്നിരിക്കുവാണ്. അവൻ അവിടെയുള്ള ഫോണെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കും. സ്വർണ്ണമുടിക്കാരി അവിടെ സൂഹ എന്ന് വിളിച്ചു വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഞാൻ നിന്നെ എത്ര മിസ് ചെയ്തു എന്നറിയോ? സൂഹയാണെങ്കിൽ നിനക്ക് എന്നെ അറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ സത്യമാണല്ലേ, നിനക്കെന്നെ ഓർമ്മയില്ലല്ലേ? അവൻ സോറി പറയും. അവൾ അവനെ വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട്, സാരമില്ല, നമുക്കെല്ലാം ആദ്യം തുടങ്ങാം. ഞാൻ സുങ്ബിൻ, നിനക്കെന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നതുകൊണ്ട് എൻ്റെ പുറകെ നടക്കുമായിരുന്നു നീ. എന്തൊരു നുണച്ചിയെന്നും പറഞ്ഞുകൊണ്ട് കിം ചുങ്ങി അങ്ങോട്ട് വരും. ഇവൾ പറയുന്നൊന്നും വിശ്വസിക്കല്ലേ, അതെല്ലാം നുണയാണെന്ന് അവൻ സൂഹയോട് പറയും. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഹേയ്, സൂഹ ആദ്യം എന്നെയാ വിളിച്ചേ. കിം ചുങ്കി സൂഹയ്ക്ക് അവൻ്റെ ഹെഡ്ഫോണും ഡയറിയും എല്ലാം തിരിച്ചു കൊടുക്കും. നിനക്ക് അറ്റോർണി ഹേസിങ്ങിൻ്റെ നമ്പർ അറിയുമോ? എനിക്കോ? എനിക്കറിയില്ല. സുങ്ബിൻ, നിനക്കറിയില്ലേ? ആ, എനിക്കറിയാം, പക്ഷേ നിനക്ക് നമ്പർ തരരുതെന്നാണ് അവർ പറഞ്ഞ്. സോറി, ഞാൻ അവരോട് പ്രോമിസ് ചെയ്തു പോയി. ഇപ്പോൾ ഓഫീസിൽ മൂത്ത വക്കീൽ ചോയും കൂടി സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ലോയർ ചാ കുറേ സാധനം ഉന്തിക്കൊണ്ട് അങ്ങോട്ട് വരും. ലോയർ ചാ, ഇതെന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ, പബ്ലിക് ഡിഫൻഡർ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് ഞാനൊരു ഓഫീസ് വാടകയ്ക്കെടുത്തു. എന്നെ ഒരുപാട് സഹായിക്കണം കേട്ടോ. ആഹാ, അത് കൊള്ളാലോ എന്ന് മൂത്ത വക്കീൽ പറയും. ഞാനൊരു പ്രൈവറ്റ് ലോയറായി വർക്ക് ചെയ്യാൻ പോവാ. അവരിനി പബ്ലിക് ഡിഫൻഡേഴ്സിനെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അതിലും എനിക്കൊന്ന് ട്രൈ ചെയ്യണം. നീ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് പോയതുകൊണ്ട് നിന്നെ ഇനി തിരിച്ചെടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാ എന്നും പറഞ്ഞ് എല്ലാവരും ചിരിക്കും. ഇപ്പോൾ ചായയുടെ ഓഫീസിൽ ചോദിക്കും, നിങ്ങൾക്കിവിടെ ഫാക്സോ ഫോട്ടോസ്റ്റാറ്റ് മെഷീനോ ഒന്നും ഇല്ലല്ലേ? അവിടെ ഓഫീസിലൊന്നില്ലേ? ഞാൻ പൈസ തരാം, എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ തരണം. ആ, അങ്ങോട്ട് എപ്പോഴും വരാനുള്ള എക്സ്ക്യൂസ് അല്ലേ ഇത്? എന്ത് എക്സ്ക്യൂസ്? അവിടെ വന്ന് ഹേസിങ്ങിനെ കാണാനുള്ള എക്സ്ക്യൂസ്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ സ്മാർട്ടാവുന്നേ ചോയി എന്തോ കാര്യം ഓർത്ത് ഒരു അഡ്രസ് കാർഡ് എടുത്ത് ചായക്ക് കൊടുക്കും. ഇത് സുഹി റിപ്പോർട്ട് ചെയ്ത ആളുടെ അഡ്രസ്സ് അല്ലേ? അതെ, ഞാനന്ന് വൈകുന്നേരം വരെ അവിടെ നിന്നു, പക്ഷെ അവർ പുറത്തു വന്നില്ല. സ്ട്രെയിഞ്ചായ കാര്യം എന്താണെന്നറിയുമോ? ഇല്ല, എന്താ? ചാ ഇപ്പോൾ ഡോഹുനിൻ്റെ ഓഫീസിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ചോയ് പറഞ്ഞ കാര്യം ഓർക്കും. അവർക്ക് സൂഹ ആരാണെന്ന് പോലും അറിയില്ല. സൂഹ ഒരു സ്ത്രീയാണെന്ന് അവർ വിചാരിച്ചുകൊണ്ടിരുന്നേ. ഡോഹുനിൻ്റെ ഓഫീസിൽ അസിസ്റ്റൻ്റ് വന്ന്, ലോയർ ചാ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഞാൻ തിരക്കിലാണെന്ന് പറ, അല്ലെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കിയേക്ക്. അപ്പോഴേക്ക് ലോയർ ചാ അങ്ങോട്ട് തള്ളിക്കയറി വരും. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് കാണാലോ, എന്നോട് എന്തിനാ നുണ പറയുന്നതെന്ന് ചോദിച്ച് അയാൾ ഉള്ളിൽ കയറും. നിങ്ങളെന്താ ഇവിടെ? നീ മിൻഗുക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഞാൻ എന്തിനാ അന്വേഷിക്കുന്നേ? കോടതി അയാൾ ജീവനോടെ ഉണ്ടാവാമെന്നല്ലേ കണ്ടെത്തിയേ? എന്നാ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നേ. നിങ്ങൾക്ക് അയാളെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പോയി കണ്ടെത്തിക്കോ. എൻ്റെ ഓഫീസിൽ വന്ന് എന്നോടത് ചെയ്യണമെന്ന് പറഞ്ഞത് കുറച്ച് കടന്ന കൈയല്ലേ? ചാ ആ അഡ്രസ് കാർഡ് എടുത്ത് അവളുടെ മുമ്പിൽ വെക്കും. ഇതെന്താ? ഇത് സൂഹയെ റിപ്പോർട്ട് ചെയ്ത സ്ത്രീയുടെ അഡ്രസ്സാണ്. പക്ഷേ ഞങ്ങളവരെ കണ്ടപ്പോൾ സൂഹ ഒരു പെണ്ണാണെന്ന് അവർ ചിന്തിച്ചേ. നിനക്കത് സ്ട്രേഞ്ചായി തോന്നുന്നില്ലേ? അവൻ ആരാണെന്ന് പോലും അറിയാത്ത ആളെങ്ങനെയാണ് അവനെ റിപ്പോർട്ട് ചെയ്യുന്നേ?
നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നേ? മിൻകുക്ക് ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത 0.0001% പോലും ഇല്ല. വീണ്ടും സൂഹയെ കാണിക്കും. അവൻ ഹേസുങ് എഴുതി വെച്ച ഓരോ കാര്യങ്ങളായി ചെയ്യുവാണ്. ആദ്യം ബാങ്കിൽ പോയി ബാലൻസ് ചെക്ക് ചെയ്യുക, പിന്നെ ID കാർഡ് ഉണ്ടാക്കുക, അടുത്തത് കോളേജ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുക. അവനെല്ലാം അതേപടി ചെയ്യും. അവനിപ്പോൾ 2 നോട്ട് ഒരുമിച്ചെടുത്ത് പിടിച്ചിരിക്കുവാണ്. ഒന്നിൽ ഫ്രണ്ട്സിനെ കോൾ ചെയ്യുക, അടുത്തതിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തുക. അവൻ ആ നോട്ട് ചുരുട്ടി എറിയും. എൻട്രൻസ് എക്സാമിന് വേണ്ടിയല്ല അവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. അവൻ അവൻ്റെ പഴയ ഡയറി കാണുമ്പോൾ അതെടുത്ത് വായിക്കും. അവൻ ഹേസുങ്ങിനെ കുറിച്ച് എഴുതിയ കാര്യങ്ങളാണ് അതിൽ. ഇനി ഞാൻ നിന്നെ കാണുകയാണെങ്കിൽ ഞാൻ നിന്നെ സംരക്ഷിക്കും, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്നല്ല. അവന് പഴയ ചില ഓർമ്മകൾ വരും. അവൻ വീണ്ടും ഐ മിസ് യു എന്ന് പറയും. എന്നിട്ട് അവൻ ഭാഗ്യം എടുത്ത് അവസാനത്തെ നോട്ട് നോക്കും. എന്നെ ഇനി ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്യരുത്. ഇപ്പോൾ ഓഫീസിൽ ഹേസുങ് പുറത്തേക്ക് വരുമ്പോൾ ലോയർ ചാ വരുന്നത് കണ്ട് അയാൾ കാണാതെ ഒളിച്ചിരിക്കും. കാരണം എന്താണെന്ന് അറിയാമല്ലോ, അയാൾ പറഞ്ഞിരുന്നല്ലോ കേസ് ജയിക്കുവാണേ എന്നെ നിൻ്റെ ബോയ് ഫ്രണ്ട് ആക്കാമോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുമെന്ന്. അത് പേടിച്ചാണ് അവൾ ഒളിച്ചിരിക്കുന്നത്. ചാ പോയെന്നോർത്ത് അവൾ വരുമ്പോൾ അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടാവും. അയാളെ കണ്ട് പേടിച്ച് അവൾ താഴെ വീഴാൻ ഒരുങ്ങുമ്പോൾ അയാൾ അവളെ താങ്ങി പിടിക്കും. ഞാൻ നിന്നെ ഇവിടെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്തിന്? ഇത് തരാൻ വേണ്ടി, എൻ്റെ പുതിയ ഓഫീസ് തുറന്നതിനുള്ള സ്നാക്സാണ്. അവളത് വാങ്ങി താങ്ക് യു എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങും. അയാൾ അവളെ വീണ്ടും ഹേസുങ് എന്ന് വിളിച്ച് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. കേസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞ കാര്യം, ആ ഇപ്പോൾ അതിൻ്റെ ആൻസർ പറയാമോ? അത് ലോയർ ചാ, സോറി, അന്നത്തേത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ആൻസർ. നീ എന്നെ ഇപ്പോഴും വെറുക്കുന്നത് കൊണ്ടാണോ അത്? അല്ല, ഞാൻ നിങ്ങളെപ്പോൾ വെറുക്കുന്നേ ഇല്ല. എങ്കിൽ നിനക്കെന്നെ എന്താ വേണ്ടാത്തതെന്ന് എനിക്ക് ചോദിക്കാവോ? വീണ്ടും സൂഹയെ കാണിക്കും. അവൻ ഹേസുങ്ങിൻ്റെ ഓഫീസ് കണ്ടുപിടിക്കാൻ വേണ്ടി റോഡിലൂടെയെല്ലാം ഓടി നടക്കും. അവൻ വഴിയെ കാണുന്ന ഓരോരുത്തരോടും നിങ്ങൾക്ക് ഹേസുങ്ങിൻ്റെ ഓഫീസ് അറിയാവോ എന്ന് ചോദിച്ച് നടക്കുവാണ്. അതുവഴി വരുന്ന ചോയും മൂത്ത വക്കീലും സൂഹയെ കാണും. അവൻ അവരുടെ അടുത്തേക്കും ഓടിച്ചെന്ന് നിങ്ങൾക്ക് ഹേസുങ്ങിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കും. പിന്നല്ലാതെ, ഞങ്ങളെല്ലാം ഓരോ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. സൂഹയാണെങ്കിൽ എനിക്ക് അവളെ കാണണം, പ്ലീസ് എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. ഇപ്പോൾ അവർ മൂന്നും കൂടെ ഓഫീസിലേക്ക് വരും. പക്ഷേ അവിടെ ആരെയും കാണില്ല. ചോയാണെങ്കിൽ അത്ഭുതപ്പെട്ട് ഹേസുങ്ങിനെന്ന് 3 മണി വരെ കേസൊന്നുമില്ല, പിന്നെ ഇവളിതെവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുന്നത് കാണും. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കുന്ന അവൾ ചോയിയെ ആക്ഷൻ കാണിക്കും. ചോയ് ആക്ടിങ് തുടങ്ങും. ഓ, ഞാൻ മറന്നുപോയി, ഇന്ന് ജയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്ന അവൾ പറഞ്ഞായിരുന്നു. നീ എന്താ ഈ പറയുന്നേ? കുറച്ച് കഴിയുമ്പോൾ ഹേസുങ്ങിന് കേസുണ്ട്, ആ പിരമിഡ് ട്രയൽ. അത് മാറ്റിവെച്ചു. എനിക്ക് വിഷമമുണ്ട്, പക്ഷേ ഇന്ന് നിനക്കവളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് സൂഹ പോകും. സൂഹ പോയി പുറത്തേക്ക് ഇറങ്ങിക്കോ എന്ന് ചോയ് പറയും. ഹോ, എൻ്റെ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി വരും. മൂത്ത വക്കീലാണെങ്കിൽ നീ എന്താ ചെയ്യുന്നേ? അവനെ അവോയ്ഡ് ചെയ്യുവാണോ? അവനോടെന്താ വല്ല പണവും കടം വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. കേസ് കഴിഞ്ഞില്ലേ, ഇനി അവൻ ഏത് സമയം പുറകെ നടക്കുന്നത് ശല്യമാണ്. ഇത് ശരിയാവോ? നിനക്ക് പിരമിഡ് കേസാണ് ഇപ്പോൾ ഉള്ളത്. പിരമിഡ് കേസാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരുപാട് വിക്ടിം ഉണ്ടാവും. അവരൊരു കലാപം തന്നെ സൃഷ്ടിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നേ ഇല്ല. അവരൊരു വക്കീലിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ശരിക്കും മൂത്ത വക്കീൽ പറഞ്ഞതുപോലെ ആളുകൾ അവളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാണ്. ഞങ്ങളുടെ പണം തിരിച്ചു താ, നീ എന്തിനാ നിയമം പഠിച്ചതെന്നെല്ലാം അവർ ചോദിക്കും. എന്തിന് ചീമുട്ട വരെ അവളുടെ മുഖത്തേക്ക് എറിയും. അവളുടെ മുടിയും വലിച്ചു പറിച്ച് വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ജഡ്ജി അവിടെ വന്ന് നിർത്താൻ പറയും. എല്ലാവരും ഇപ്പോൾ നിർത്തിക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. അവളൊരു പബ്ലിക് ഡിഫൻസ് അറ്റോർണിയാണ്. അവൾ എന്നെ വിടുന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു പോരും. ജഡ്ജി പുറകെ വന്ന് ഞാനില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നീ സെക്യൂരിറ്റിക്കാരെ വിളിക്കണമായിരുന്നു. ആ, അടുത്ത പ്രാവശ്യം ചെയ്യാമെന്ന് അവൾ മറുപടി പറയും. ഞാൻ കുറച്ച് താമസിച്ച് വന്നിരുന്നേൽ നിനക്ക് ശരിക്കും പരിക്ക് പറ്റിയേനെ. ആലോചിച്ച് നോക്ക്, ഞാനില്ലായിരുന്നെങ്കിൽ. നിനക്ക് താങ്ക് യു എന്ന് പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? ഞാൻ താങ്ക്ഫുൾ അല്ല. അതെന്താ? ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ? പക്ഷേ നിങ്ങളൊരു ജഡ്ജാണ്. നിങ്ങൾ എൻ്റെ സൈഡ് ചേരുന്നത് വിക്ടിമിന് റോങ് ഐഡിയ കൊടുക്കും. നിങ്ങളിപ്പോൾ ചെയ്തത് ജഡ്ജ് എന്ന നിലയ്ക്ക് അൺഫെയർ ആയുള്ള കാര്യമാണെന്ന് പറഞ്ഞ് അവൾ പോകും. ഇവളിതെന്ത് സാധനമാ? ഇവളെപ്പോലെ ഒരുത്തി എങ്ങനെയാ വക്കീലായേ? അവൾ മുൻപോട്ട് പോകുമ്പോൾ സൂഹ അതിൽ നടക്കുന്നത് കാണും. അവൾ തിരിച്ച് ജഡ്ജിൻ്റെ അടുത്തേക്ക് വന്ന് അയാളുടെ കോട്ടിന് പുറകിൽ ഒളിച്ചിരുന്ന് മുമ്പോട്ട് പോകാൻ പറയും. അയാൾ അവളെയും കൊണ്ട് മുമ്പിലേക്ക് നടക്കും. സൂഹ കാണാതെ എങ്ങനെയോ അവൾ രക്ഷപ്പെടും. അത് കഴിഞ്ഞതും ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ പോകും. ഇപ്രാവശ്യവും നീ താങ്ക്ഫുൾ അല്ലേ? അല്ല, നിങ്ങൾ ഏതായാലും ഇതുവഴി വരാനുള്ളതല്ലേ. ഇപ്പോൾ ഡോഹനിൻ്റെ ഓഫീസിൽ അവൾ ചാ കൊണ്ടുവച്ച അഡ്രസ് കാർഡ് നോക്കും.
അവളിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുവാണ്. കടക്കാരിയാണേ, വരൂ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലും. നിങ്ങളല്ലേ പാർക്ക് സൂഹി റിപ്പോർട്ട് ചെയ്തത്? ഇതിപ്പോൾ എന്താ, എൻ്റെ റിവാർഡ് മണി തിരിച്ചെടുക്കാനാണോ നീ വന്നേ? പോന്ന് പറഞ്ഞ് അവളെ പുറത്താക്കാൻ ശ്രമിക്കും. അവളുടെ പ്രോസിക്യൂട്ടർ കാർഡ് എടുത്ത് കാണിച്ചുകൊണ്ട്, നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ റിവാർഡ് മണി എനിക്ക് തിരിച്ചു വാങ്ങാൻ കഴിയുമെന്ന് പറയും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒരു മോശം ആളെ റിപ്പോർട്ട് ചെയ്യുന്നത് നിയമം തെറ്റിക്കുമൊന്നും അല്ലല്ലോ. തീർച്ചയായും അല്ല. പക്ഷേ നിങ്ങൾക്ക് പാർക്ക് സൂഹ ആരാണെന്ന് പോലും അറിയാതെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? അത് ഒരാൾ വന്ന് നിങ്ങളൊരു റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പണം കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. ആരാ അത്? ഇവിടെ വന്ന് ഫ്രൂട്ട്സ് വാങ്ങാറുള്ള ഒരാളാ. നിങ്ങൾക്ക് അയാളുടെ മുഖം ഓർമ്മയുണ്ടോ? ഞാനൊരു പിക്ചർ കാണിച്ചാൽ തിരിച്ചറിയാൻ പറ്റുമോ? എനിക്കാദ്യം പിക്ചർ കണ്ടു നോക്കണം. ഡോഹുന് മിൻകുക്കിൻ്റെയും വേറെ 2 പേരുടെയും പടം എടുത്തിട്ട് ഇവരിൽ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അവരാകെ പരിഭ്രമപ്പെട്ട് അല്ല, ഇവരിൽ ആരും അല്ല എന്ന് പറയും. നിങ്ങളെന്നോട് നുണ പറയുവാണോ? ഏയ് അല്ല, ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് വെറുതെ എടുത്താൽ റിവാർഡ് മണി കീപ്പ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുമോ? കാര്യമില്ലെന്ന് കണ്ട് ഇത് മറന്നേക്കെന്ന് അവൾ പറയും. അവർ ദൂരെയുള്ള ഒരു വാഹനത്തിലേക്ക് പേടിയോട് നോക്കുന്നുണ്ട്. അതിൽ കാണാം കറുത്ത ഗ്ലൗസ് ഇട്ട ഒരു കൈ. പുതിയ ഭാവത്തിലും രൂപത്തിലും മിൻകുക്ക് അവിടെ ഇരിപ്പുണ്ട്. രാത്രിയായി. ഹേസുങ് വീട്ടിലേക്ക് തിരിച്ചു പോകാനായി വരുമ്പോൾ പുറത്ത് നിൽക്കുന്ന സൂഹ അവളെ കാണും. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവൻ വന്നിട്ട് എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയും. ശരി, നമുക്ക് സംസാരിക്കാമെന്ന് അവൾ സമ്മതിക്കും. അവർ രണ്ടും കൂടെ പോകുമ്പോൾ ചാ പുറകിൽ നിന്ന് നോക്കുന്നുണ്ട്. അവരിപ്പോൾ ഒരു കോഫി ഷോപ്പിലാണ്. പറ, നിനക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് എനിക്ക് നിന്നോട് നന്ദി പറയാൻ പറ്റിയില്ല. എന്നെ വിശ്വസിച്ചതിനും എനിക്ക് വേണ്ടി വാദിച്ചതിനും താങ്ക് യു. ശരി, നിന്റെ നന്ദി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വേറെ എന്താ ഉള്ളേ? ഞാനെന്താ നിന്നെ വിളിക്കാൻ പാടില്ലാത്തേ? ഞാൻ വളരെ ബിസിയാണ്. ദിവസം 30 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു മാസം 30 കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിൻ്റെ ഫോൺ കോൾ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. വേറെന്താ? എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമല്ലായിരുന്നോ? അതെ, നീ ഒരിക്കലും നിന്നേക്കാൾ മുതിർന്ന ഒരാളെന്ന രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ നിന്നോട് സത്യം പറയണോ? എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു എന്ന് മാത്രമല്ല, വെറുപ്പായിരുന്നു. നിനക്ക് ആളുകളെ അപ്സെറ്റ് ആക്കാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. പിന്നെന്തിനാ കോടതിയിൽ നീ എനിക്ക് വേണ്ടി ഇത്രയധികം വാദിച്ചേ? നിനക്കെന്നെ ഇഷ്ടമില്ലായിരുന്നു എന്നല്ലേ പറഞ്ഞേ? അവിടെ നിന്നാണല്ലേ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വന്നേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീയല്ല എനിക്ക് സ്പെഷ്യൽ, മിൻകുക്കാണ്. നീ തെറ്റുകാരനല്ലെന്ന് വിധി വന്നാലേ എനിക്ക് നിയമത്തിലുള്ള വിശ്വാസം നിലനിൽക്കുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി വാദിച്ചത്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കും. താങ്ക് യു, നീ കാരണം ഒരു വക്കീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതിൽ നിന്നോട് നന്ദിയുണ്ട്. അത് അവിടെ വെച്ച് തീർന്നു. നീയും അത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്ക്. കഴിഞ്ഞില്ലേ? രാത്രിയായി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പോകും. അവൻ ഓടി വന്ന് അവളുടെ കൈ പിടിച്ച് ഐ എം സോറി, ശരിക്കും സോറി. നിനക്കെന്നെ ഇഷ്ടമല്ലെങ്കിലും ഒട്ടും എന്നെ ഇഷ്ടമല്ലെങ്കിലും ഇവിടെ നിൽക്കാവോ? എന്നെ വിട്. എനിക്ക് ഈ ലോകവുമായുള്ള എല്ലാ ബന്ധവും നഷ്ടമായെന്നാണ് തോന്നുന്നത്. നീയും എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ. ഇപ്പോൾ ഹേസിങ്ങിൻ്റെ ഫോൺ റിങ് ചെയ്യും. ലോയർ ചാ അവരുടെ പുറകിൽ ഡോറിൽ മുട്ടിക്കൊണ്ട് ഫോൺ എടുക്കാൻ ആക്ഷൻ കാണിക്കും. അവൾ ഫോൺ എടുക്കുമ്പോൾ അയാൾ പറയും, നീ ഇപ്പോൾ ഒരു ടഫ് സിറ്റുവേഷനിലാണല്ലേ, നീ അവനോട് എൻ്റെ കൂടെ സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങി വാ. അവൾ അതുപോലെ ശരിയാ, നമ്മൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോവാണല്ലേ എന്ന് അവൻ കേൾക്കാനായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ലോയർ ചാ അവളെയും കൂട്ടിക്കൊണ്ട് പോകും. സുഹ ഡോറിന് പുറകിൽ വന്ന് പോവരുതെന്ന് വിളിച്ചു പറയും. അവൻ ഡോറ് തുറന്ന് അവരുടെ പുറകെ ഓടി വരും. അപ്പോഴേക്ക് അവരൊരു കാറിൽ കയറി കഴിഞ്ഞിരുന്നു. അവൻ ആ കാറിന് പുറകെ ഓടും. ഞാൻ പോവരുതെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് നിൽക്കും. ഹേസിങ് കാറിൽ നിന്ന് അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുഹ എവിടെയും പോകാതെ അവിടെ തന്നെ വിഷമിച്ചിരിക്കുവാണ്. അവന് പണ്ട് ചായയെയും ഹേസിങ്ങിനെയും ഒരുമിച്ച് കണ്ട ഓർമ്മ വരും. ഇവർ രണ്ടും അവളുടെ വീടിനടുത്ത് എത്തി. കയറിപ്പോയിക്കൊള്ളാൻ ചാ പറയും. ഓക്കെ, താങ്ക് യു. എന്നോട് ശരിക്കും താങ്ക് യു പറയുവാണെങ്കിൽ നാളെ എനിക്ക് ലഞ്ച് വാങ്ങി തരുമോ? എങ്കിൽ ഞാനത് തിരിച്ചെടുത്തു. ഞാൻ താങ്ക്ഫുൾ അല്ല. നീ ഒട്ടും മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ ചിരിക്കും. എങ്കിൽ ഞാൻ പോവാണെന്ന് പറയും. ഹേസിങ് വീടിനുള്ളിൽ കയറി കേസ് ഫയലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്ന ശബ്ദം കേൾക്കാം. ചായാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ബാഗും തലയിൽ വെച്ച് ബസ് കാത്ത് നിൽക്കുവാണ്. അയാൾ നോക്കുമ്പോൾ ഹേസിങ് ഒരു കുടയും ചൂടി വന്ന് ഒരു ടാക്സിക്കുള്ളിൽ കയറി പോകുന്നത് കാണാം. അയാൾ ഇന്ന് പകല് ഹേസിങ്ങിനോട് ചോദിച്ച കാര്യം ഓർക്കും. നിനക്ക് എന്നെ എന്താ വേണ്ടാത്തതെന്ന് എനിക്ക് ചോദിക്കാവോ? അയാൾ അവൾ പറഞ്ഞ മറുപടി ഓർത്ത് വിഷണ്ണനായി നിൽക്കും. ഹേസിങ് കാറിൽ പോവാണ്. സുഹ മഴയും നനഞ്ഞ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവളുടെ മറുപടി കാണിക്കും. അത് കുറച്ച് വിയേഡായി തോന്നും. വെറും നോൺസെൻസും ആയിരിക്കും.
ഹേസുങ് സൂഹ ഉള്ളിടത്തേക്ക് കാറിൽ വന്നിറങ്ങും. പക്ഷേ ഞാൻ ആ കുട്ടിയെ ഓർത്ത് എപ്പോഴും വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കുടയും ചൂടി അവൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലും. അവൻ മുഖമുയർത്തി അവളെ നോക്കും. അത് ശരിക്കും പരിഹാസമായിരിക്കും, പക്ഷേ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവൾ കുട പുറത്തേക്ക് വെച്ച് അവൻ്റെ മുമ്പിൽ നിലത്തിരിക്കും. ഞാൻ നിന്നെ എന്താ ചെയ്യേണ്ടത്? അവൻ അവളെ നോക്കി ചെറുതായി ചിരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ പോവാ. എനിക്കവനെ ഒഴിവാക്കിയേ തീരൂ. എനിക്കത് ചെയ്യാൻ കഴിയൂ. അവൾ അവനെ നോക്കി എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഭാവത്തിൽ നിൽക്കും. അവൻ നിലത്ത് വീണ കുടയെടുത്ത് അവളെ ചൂടിക്കും. അവൻ സന്തോഷത്തോടെ അവളെ നോക്കി ഉള്ളു തുറന്ന് ചിരിക്കും.